ഉണ്ടായിരുന്നു. ഇവിടെ 17 വർഷം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് BMB ആയിട്ട് റിട്ടയർ ചെയ്തു. ഇപ്പോൾ ഒരു സാധാരണ ഡോക്ടറായിട്ട് ജോലി ചെയ്യുകയാണ്. വേണുഗോപാൽ ഇവിടെ തന്നെ അധ്യാപകനായിരുന്നു. മെഡിസിൻ ഡിപ്പാർട്ട്മെന്റിൽ MD കഴിഞ്ഞ് അധ്യാപകനായിരുന്നു. അതിനുശേഷം USA വളരെ വേണു വേണ്ടത് മിക്കവാറും ഒരു വർഷത്തെ അറിയാൻ വേണ്ടി പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. പിന്നെ ഡോക്ടർ ഷാനവാസ് ഉണ്ട്, പിന്നെ ഡോക്ടർ സുരേഷ് കുമാർ ജോലി കൊണ്ട് ഒരു പീഡിയാട്രീഷ്യനാണ്, ചൈൽഡ് സ്പെഷ്യലിസ്റ്റാണ്. ഒരുപക്ഷെ വളരെയധികം പ്രാധാന്യം കിട്ടാവുന്ന ഒരു സംരംഭത്തിന്റെ ആദ്യത്തിൽ രോഗികളുടെ ബന്ധുക്കൾ ഇതൊക്കെ പ്രധാനമാണെങ്കിൽ അതുപോലെയോ അതിനേക്കാളും പ്രധാനമായത് കമ്മ്യൂണിക്കേഷനാണ്. അവരെ നമ്മൾ എങ്ങനെ അവരുമായിട്ട് സംബന്ധിക്കുന്നു, സംസാരിക്കുന്നു. അതുകൊണ്ടാണ് അത് എല്ലാ തരത്തിലുള്ളവർക്ക് ഡോക്ടർമാരുടെ ഇതുപോലെ ഞാനിവിടെ സർവീസിലിരിക്കുമ്പോൾ എല്ലാ വർഷവും ഞാൻ 3 നടത്തുമായിരുന്നു. നേതൃത്വം നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഓരോ കാറ്റഗറിയിലും ഓരോ വിഭാഗത്തിലുമുള്ളവർക്ക് അങ്ങേയറ്റത്തെ വൈകാരിക സമ്മർദ്ദത്തിന്റെ ഇടയിലാണ് അവർ വരുന്നത്. അപ്പോൾ പക്ഷെ നമുക്ക് ആ വൈകാരിക സമ്മർദ്ദം ആയതുകൊണ്ട് ഒരു സ്പീച്ച് പോലെ തോന്നാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് ചില കാര്യങ്ങൾ ആശുപത്രിയുടെ ഫംഗ്ഷനിങ്